ഈ സാറിനോട് എത്ര തവണ പറയണം? ഹലോ എഡിറ്റർ സാറേ, ഞാൻ വെങ്കടേശ്വരനെ വിളിക്കുന്നേ. വെങ്കടേശ്വര റാവു? ഏത് വെങ്കടേശ്വര റാവു? വധുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ വെങ്കടേശ്വരൻ. ഓഹോ, താനായിരുന്നോ? ഏതെങ്കിലും ആലോചന ഫിക്സ് ചെയ്തോ? എങ്ങനെ ഫിക്സ് ആവാനാ സാറേ? എന്റെ ആട് ഏതോ മൂലയിൽ പോയി കിടക്കുക. എങ്ങനെയൊക്കെയാലും കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ആട് കൊടുക്കുന്നതല്ലേ. എന്നെ പോലെ നല്ല കസ്റ്റമറിനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടാനാ? ഒന്ന് നോക്ക് സാറേ. സോറി അനിയ, നാളെ ഫ്രണ്ട് പേജില് ബോൾഡ് ലെറ്ററിൽ തന്നെ കൊടുക്കാൻ പറയാം. എല്ലാം ശരിയാവുന്നേ. പേപ്പറിൽ ആഡ് കൊടുത്തോണ്ട് മാത്രം കല്യാണം നടക്കുമോ മോനെ? എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ. സമയമുണ്ടെന്നോ? ആ സമയം നീ എപ്പോഴാണോ എന്തോ. ഓ അമ്മയാ. ഹലോ മോനെ, ജോഗിങ്ങിന് പോയോ നീ? ജോഗിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാ അമ്മ എന്നെ വിളിച്ചത്. രാവിലെ തന്നെ എന്തിനാടാ നുണ പറയുന്നേ? സത്യം പറ. ഞാൻ പോയില്ലമ്മേ, ഇപ്പതാ ഇറങ്ങുന്നേ ഉള്ളൂ. നിന്റെ ശരീരം ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെയാടാ? നിനക്ക് 30 വയസ്സാകുന്നതിന് മുൻപ് നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാനാ ഞാനും നിന്റെ അച്ഛനും ആഗ്രഹിക്കുന്നത്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? 30 വയസ്സ് കഴിഞ്ഞാ പിന്നെ ദൈവം വിചാരിച്ചാ പോലും നിനക്ക് നല്ലൊരു ബന്ധം കിട്ടില്ല. എന്താ അമ്മ ഇത്? ഇപ്പൊ കുറച്ചു നേരം മുമ്പ് സമയമാവാത്ത കല്യാണം നടക്കില്ലെന്നാ എഡിറ്റർ പറഞ്ഞത്. അതെ മോനെ. അപ്പൊ പിന്നെ ആ കാര്യം എന്താ നേരത്തെ പറയാഞ്ഞേ? ഏത് കാര്യം? ഇപ്പൊ പറഞ്ഞില്ലേ സമയാവുമ്പോഴേ കല്യാണം നടക്കുള്ളൂ എന്ന കാര്യം. രാവിലെ തന്നെ നിനക്ക് ഭ്രാന്തി പിടിച്ചോ? ഫോൺ വെക്കടാ. സമയാകുന്നത് വരെ കല്യാണം നടക്കില്ലെന്നോ? എനിക്ക് ആധാർ കാർഡുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്സോ ഫ്ലാറ്റുണ്ട്, എന്റെ സ്ട്രീറ്റിൽ ഫ്ലാറ്റുണ്ട്, ബാങ്ക് ബാലൻസ് വേറുണ്ട്. ഇല്ലനയ്യ കാത്തോണേ, അയ്യനയ്യ അയ്യപ്പ, വിഷ്ണുനാഥാപരമേകു, രാമനയ്യ തുണയേകു. ഞാനിന്നേ വന്നേ, കളിപൂജയ്ക്കായി വന്നേ, എടാ പ്രസാദേ, നേരത്തെ നടന്ന മീറ്റിംഗിന്റെ ഫയൽസ് ഒന്ന് എനിക്ക് തരാവോ? ഓക്കേ. സോറി സർ, പ്ലീസ് യു ക്യാൻ ഗോ. റിയലി വെരി സോറി. കുഴപ്പമില്ല, പൊയ്ക്കോ. ഓക്കേ സർ. സർ വെങ്കട് സർ. എന്താ സാർ, കൺമുന്നിൽ ഇത്രയും നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നിട്ട് നാട്ടിൽ എന്തിനാ അന്വേഷിക്കുന്നേ? വാ സാറേ, നമുക്ക് പോയി കല്യാണം കഴിക്കാം. അനിതേ പ്ലീസ്, എനിക്കിവിടെ ജോലിയുണ്ട്, നീ പോ നോക്ക്. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഐ എം ഡീപ്ലി ഹോട്ടഡ്. എന്നാലും സാരല്ല, ഞാൻ സാറിനെ കല്യാണം കഴിച്ചോളാം. എന്നെ കളിയാക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ പോലെ ഒരാളെ നിങ്ങൾ എന്തിനാ കല്യാണം കഴിക്കുന്നേ? എന്റെ വെങ്കട് സാറേ, സാർ ലോജിക്ക് മിസ് ചെയ്തോണ്ടിരിക്കുക. സാറിനോട് ഇപ്പൊ എങ്ങനെയാ പറയാ? പുറത്തുള്ളവന്മാരൊക്കെ കള്ളന്മാരാ സാറേ. സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല. സാറാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുക പോലും ഇല്ല. നല്ല ബാങ്ക് ബാലൻസും ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും. ബേസിക്കലി സാറിന്റെ ലൈഫ് തന്നെ സെറ്റിൽ ആയിരിക്കുക. വീട്ടില് വൈഫ് എന്ന വിളക്ക് മാത്രം ഇല്ലാത്തത്. ആ വിളക്കിന്റെ തിരി കൊടുത്താനുള്ള ലൈറ്റർ എന്റെ കയ്യിലുണ്ട്. എന്റെ വീട്ടിലും ഒരുപാട് വിളക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ വിളക്ക് കത്തിക്കാൻ ലൈറ്റർ ഇല്ല.
ആ, ഛേ. വെങ്കറ്റ് സർ സ്വർഗത്തിലെ കട്ടറുമായി വന്നോളും. ഐ സീ യു ലേറ്റർ. ഹായ് 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 ബ്രഹ്മാവിന്റെ അത്ഭുതകരമായ സൃഷ്ടി. ആ, ആ, വെങ്കടേശ്വരൻ സാറേ, വെങ്കടേശ്വര, നിനക്ക് ഒരുപാട് മാറ്റം വരാനുണ്ട്. എന്ത്? മുടി ചീകി വെച്ചിരിക്കുന്ന നോക്കി, സ്കൂൾ പിള്ളേരെ പോലുള്ള ഡ്രസ്സിങ്. അല്ല അതെന്താ കയ്യിൽ കളർഫുൾ ആയിട്ട് ചരട് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ? ഇത് ശിവനടന്ന് കെട്ടി ചരടാ. എന്റെ കല്യാണം നടക്കാൻ വേണ്ടി പൂജാരി കെട്ടി തന്നതാ. എന്റെ വെങ്കടേശ്വര, കല്യാണം നടക്കണമെങ്കിൽ പൂജാരി ചരട് ജപിച്ച് കെട്ടിയത് കൊണ്ടൊന്നും ആയില്ല. അതുപോലുള്ള ഹോട്ട് ചോക്ലേറ്റ്സ് പുറകെ വരണം. അയ്യോ ദൈവമേ, അനിതയോ? അവളെയൊക്കെ എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്? എടാ, നിന്നോട് ആരാ അവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്? കല്യാണം കഴിക്കുമെന്ന് മാത്രം പറഞ്ഞാ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവര് തന്നെ നോക്കിക്കോളും. അങ്ങനെ നുണ പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്, തെറ്റാണ് വെങ്കടേശ്വര, നിന്റെ തെറ്റല്ല. ഹാ, നിന്നോട് ഇതൊക്കെ പറഞ്ഞില്ലേ? ഹ, ആ എന്റെ തെറ്റാണ്. ഹാ, കാലത്ത് 10 മണിക്ക് തന്നെ അയച്ചേക്ക്. ആ ശരി മാഡം. ആ ലക്ഷ്മി. സുഖായിരിക്കുന്നോ? ആ സുഖമായിരിക്കുന്നു. എല്ലാം നിങ്ങളുടെ കാരുണ്യ. ഇതാ സരേ 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 സനേ ബാനി സരേ 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 ഗാരേ സനേ തുझ पे फिदा है हम बेकरार है ओ खुदा सनम तुझ पे फिदा है ഇയാൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ആ അതെ, എന്റെ ഷാമ്പു കാരണം എന്റെ മുടിയൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക. ആഹാ. ഒരു നല്ല ഷാമ്പു കിട്ടുമോ? ആ അതിനെന്താ, ഈ ഷാമ്പൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇത് ഇമ്പോർട്ടഡാ. മാത്രമല്ല നിങ്ങളുടെ മുടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് തേച്ച് കഴിഞ്ഞ മുടിയുടെ ഭംഗി കൂടെ ഉള്ളൂ. നിങ്ങൾ എന്നെ വല്ലാതെ പുകഴ്ത്തുകയാണല്ലോ. അതിപ്പോ എന്താ പറയാ, പ്രശംസക്ക് കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഓ അത് ശരി, അതാണോ കാര്യം? പിന്നെ വേറെന്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും? പറയുന്നേ. ഇയാളെന്താ ചെയ്യുന്നേ? എന്തുപറ്റി? അയ്യോ മാറി നിൽക്ക്, ആരെങ്കിലും കാണും. ഇവിടെ ആരുമില്ലല്ലോ. ആരെങ്കിലും ഇങ്ങോട്ട് വരും. അതിനെന്താ വന്നോട്ടെ, അപ്പൊ നോക്കാം. കണ്ടോ, ഞാനൊന്ന് റൊമാൻറ്റിക് ആവാൻ ശ്രമിക്കുമ്പോ ഇയാൾ എന്തിനാ കണ്ണടയ്ക്കുന്നേ? ശരി, കണ്ണടച്ചാലും സാരിയില്ല. ഞാൻ എന്താണോ തരാൻ പോകുന്നത് അത് തന്നിട്ടേ പോവൂ. മാഡം ഇതാ മാഡത്തിന്റെ ഇമ്പോർട്ടന്റ് ഷാമ്പു. പറ്റില്ല, എഴുതിയാ മതി. ശരി. എടാ ചോട്ടു, നീ എങ്ങോട്ട് പോയത്? കാലത്ത് വരാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴാണോ വരുന്നത്? കൃത്യസമയത്താണ് ഞാൻ വന്നത്. നീ എന്താടി പറയുന്നത്? ലേറ്റ് ആയിട്ട് വന്നതും പോരാ, കൃത്യസമയത്താണ് വന്നതെന്ന് ചോദിക്കുന്നോ? വന്ന് സാധനം എടുക്ക്, വാ. ചെറിയ പൂജാരി വിളിക്കുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കേ? ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെയല്ലേ? ആ മോളെ, സരിതയുണ്ടോ അവിടെ? ഞാൻ തന്നെ സരിത. എന്താ? ഓ മോളല്ല, വലിയ സരിത. ഓ മുത്തശ്ശിയാണോ? ഞാനിപ്പോ വിളിക്കാം. അതെ. ആരാന്ന് പറ. ദാ ആ അങ്കിളാ. എടി നീ കളിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ? ആ ഞാൻ ദാ വരുവാ. താങ്ക് യു. എപ്പോഴായിരുന്നു? 11 ദിവസമായി. ഓ, എന്തു പറ്റിയതാ? ക്യാൻസർ. ഓ, 2
വർഷം മുമ്പാണ് ഡയഗ്നോസ് ചെയ്തത്. 3ാമത്തെ സ്റ്റേജ് ആയിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, ഐ എം സോറി. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ആർത്തിരുന്നെങ്കിൽ നേരത്തെ വന്നേനെ. പൂജാരി വിളിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ പഴയ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാം ക്ലിയർ ആയതിനു ശേഷം ഞാൻ തന്നെ വിളിക്കാം. പോയിട്ട് വരാം. എന്തെങ്കിലും കഴിച്ചിട്ട്? വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. ടേക്ക് കെയർ.